ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഇന്ന് ഇക്ക സൺഡേ ലീവാണ്. അപ്പോൾ ഇക്കായിൽ നിന്നാണ് ഇന്നത്തെ റൂട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വ്ളോഗ് ഇക്കായിൽ നിന്നാണ്. അപ്പോൾ ഇക്ക ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ റെസ്റ്റ് എടുത്തിരുന്ന് TV കാണുകയാണ്. അപ്പോൾ ഇക്കായിൽ നിന്നാണ് ഇന്നത്തെ വ്ളോഗ് ഞാൻ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഒരു തേങ്ങാച്ചോറ്, അങ്ങനെയുള്ള റെസിപ്പി, മട്ടൻ കറി, ഇതിലേക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, അതൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തുന്നത്. ലഞ്ചിന് തയ്യാറാക്കുന്ന വിഭവങ്ങളും ഹോസ്പിറ്റൽ കേസ്, ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ വ്ളോഗിൽ കേട്ടോ. എൻ്റെ അടുത്ത് എത്തിയിട്ടോ, മണിയനെ കളിപ്പിക്കാനായിട്ട് വന്നു. മണിയാ, എടാ നിന്നെ ഉറുമ്പ് കടിച്ചു. മണിയനെ ഇന്നലെ ഭയങ്കരമായിട്ട് ഉറുമ്പ് കടിച്ചു, ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മണിയൻ്റെ ചെറിയ ചെറിയ കരച്ചിലിൻ്റെ സൗണ്ട്. ഈ മണിയന് സൗണ്ട് കുറവാണ്, വളരെ സൗണ്ട് കുറവാണ്. മണിയൻ കരഞ്ഞാലും നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇക്കായും പോയി നോക്കിയപ്പോൾ മണിയൻ കരയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഉറുമ്പിനെയൊക്കെ കൊന്നു. മണിയാ കൈ തന്നില്ല. മണിയനിക്ക് ഇന്ന് എന്നാണോ അത്ര ഉറുമ്പ് കടിച്ചുകൊണ്ട് മണിയൻ തൂങ്ങി രാവിലെയൊക്കെ നിൽക്കുമായിരുന്നു. നല്ല പാടുണ്ട് കാലിൽ. അപ്പോൾ എന്തായാലും ഇനി മണിയൻ്റെ അടുത്തുനിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അൺബോക്സിംഗ് ഉണ്ട്. അടിപൊളി ഒരു അൺബോക്സിംഗ് ആണ്. അതിന് ശേഷം നമുക്ക് കിച്ചണിൽ പോയി നമുക്ക് തേങ്ങാച്ചോറ്, ഇന്നത്തെ റെസിപ്പി തേങ്ങാച്ചോറ്, മട്ടൻ കറി, പിന്നെ ഇക്കാക്ക് മറ്റേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, അങ്ങനെ പല കാര്യങ്ങൾ ഇന്നത്തെ ലഞ്ചിൻ്റെ നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം. ഇന്ന് അടിപൊളിയൊരു കടായി ഐറ്റമാണ് ഇത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്താണ് മാഡം അയച്ചു തന്നത്. മാഡം താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങൾ 6 വർഷത്തെ ബന്ധമാണ്. ഞാൻ ആ മാഡത്തിനോട് എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മുടെ സാമീപ്യം എങ്ങനെയാണ്, അതുകൊണ്ടാണ് തുടർന്നും എനിക്ക് ഈ സമ്മാനങ്ങളും ഗിഫ്റ്റുകളും അയച്ചു തരുന്നത്. നമ്മളെങ്ങനെയാണോ ഒരാൾ നമ്മൾക്ക് ഒരു സമ്മാനം തന്നാൽ ആ ആളുകളോട് നമ്മൾ എങ്ങനെ നിൽക്കുക, അത് നമ്മൾക്കിടെ ഒരു വലിയ ക്വാളിറ്റിയാണ്. നമ്മൾക്ക് അവർ അത്രയും ദൂരെ നിന്ന് നമ്മൾക്ക് കൊറിയറായി നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ എൻ്റെ സാമീപ്യം, മാഡത്തിനോടുള്ള എൻ്റെ കിച്ചണിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മട്ടൻ കറിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാച്ചോറും, ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ മട്ടൻ കറി നമുക്ക് തയ്യാറാക്കാം. എല്ലാവർക്കും മട്ടൻ കറിയുടെ റെസിപ്പി അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി ഞാൻ ചതച്ചിട്ട് ഒന്ന് ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇതിലേക്ക് വറുത്ത് അരച്ചിട്ടുള്ള ഒരു മട്ടൻ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പൗഡറുകളെല്ലാം, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മട്ടനിലേക്ക് ചേർത്ത് കൊടുത്ത്, മട്ടനിൽ സവോളയും തക്കാളിയും കിഴങ്ങും എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നിച്ച് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ പല രീതിയിലും മട്ടൻ കറി പലവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. എൻ്റെ ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ കേട്ടോ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ മഞ്ഞൾപ്പൊടി കൊടുക്കാം. ഇതേ 1 ടേബിൾ സ്പൂൺ മഞ്ഞ പൗഡർ. അതിൻ്റെ പൊടി ഐറ്റങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഇത് മല്ലി പൗഡറാണ്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് മുളക് പൊടി 1.5, കാരണം എരിവ് എനിക്ക് ബുദ്ധിമുട്ടാണ്, 1.5 മതി. ഇത് മസാലപ്പൊടി കേട്ടോ, മീറ്റ് മസാലപ്പൊടിയാണിത്. ഇത് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗരം മസാല ഉണ്ട്, അത് ആഡ് ചെയ്യണം. ഗരം മസാല നമ്മൾ എല്ലാം ആഡ് ചെയ്തു കേട്ടോ. നല്ല കാറ്റ്, പുറത്തുനിന്ന് നല്ല കാറ്റ് വന്നിട്ടുണ്ട്. പൊടി ഐറ്റങ്ങളും ചേർത്തതിന് ശേഷം കിഴങ്ങ് ചേർത്ത് കൊടുത്തു, സവോള ചേർത്ത് കൊടുത്തു, കറിവേപ്പില ചേർത്ത് കൊടുത്തു. എല്ലാ ഐറ്റങ്ങളും
നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിക്കാൻ വെക്കാട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് പോയി മണിയനെ ഒന്ന് നോക്കി. മണിയനെ എന്താ എടുക്കണേ, മണിയനക്ക് ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു. ഇന്നലെയൊക്കെ മണിയനെ ഉറുമ്പ് കടിച്ചു. രാത്രി ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. രാത്രി ഇക്ക എന്നെ വഴക്ക് പറഞ്ഞു, രാത്രി അവനെ ഉറുമ്പ് കടിക്കുന്നുണ്ട്, അവനെ മധുരമൊന്നും അതിൽ വെക്കരുത്. ഞാൻ ഒരുപാട് ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും മണിയൻ എന്തെങ്കിലും മധുരം അതിലിടും. ഇനിയിപ്പോൾ മണിയൻ്റെ തട്ടുപാത്രങ്ങളൊന്നും അവിടെ വെക്കുന്നില്ല. രാത്രി മണിയൻ ഉറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രി മണിയനെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മട്ടൻ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മണിയനെ നോക്കിയിട്ട് നമുക്ക് കിച്ചണിലേക്ക് വരാട്ടോ. ഇവിടെ ഇതൊന്നും ഒരുപാട് എണ്ണ ഒഴിക്കാതെ ഒന്ന് താളിച്ചെടുക്കുക. ഓക്കെ, ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ ഒരു പ്രത്യേക റെസിപ്പി പറയേണ്ട കാര്യമില്ല. ഞാൻ സവോളയും ടൊമാറ്റോ എല്ലാം വേപ്പിലയെല്ലാം വഴറ്റി ചേർത്ത് തേങ്ങാപ്പാലിൽ മല്ലിപ്പൊടി മസാലക്കൂട്ട് എല്ലാം ചേർത്ത് കുക്കറിൽ വേവിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഇപ്പറേ വെണ്ടയ്ക്ക തോരൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുണ്ട്. ഇക്ക തേങ്ങാച്ചോറ് കഴിക്കില്ലാത്തത് കൊണ്ട് ഇക്കക്ക് വെള്ളച്ചോറ് തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കി കറികളെല്ലാം ഇക്ക കഴിക്കും. അപ്പോൾ വെണ്ടയ്ക്ക തോരനാക്കാൻ ആക്കുന്നുണ്ട്. ഇപ്പറേ മട്ടൻ കറി റെഡിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും തേങ്ങാച്ചോറുടെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിപുലമായിട്ട് തേങ്ങാച്ചോറിൻ്റെ അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് തയ്യാറായിട്ടോ, അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും അപ്പുറത്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കുക്കറിൽ അങ്ങനെ എനിക്ക് തേങ്ങാച്ചോറ് കുക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു, പക്ഷേ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറിയും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുളി കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം വ്ളോഗ് ഇടാതിരിക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത്, വ്ളോഗ് ഇടാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചത് കൊണ്ട് ചെറിയ വ്ളോഗാണെങ്കിലും നമ്മൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ ഇന്നത്തെ സൺഡേ എടുത്ത സ്പെഷ്യൽ മാത്രമാണ് ഇന്ന് ഇതിൽ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ ഉടനെ തന്നെ നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ, ലഞ്ച് കഴിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ല എന്നൊക്കെ ആളുകൾ പറയുമല്ലോ. അത്രയ്ക്കും നല്ല വിഭവങ്ങളായിരുന്നു. മട്ടൻ കറി ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മട്ടൻ കറി ഉണ്ടാക്കുന്നത്. അതെന്തായാലും അടിപൊളി സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്ത റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ തേങ്ങാച്ചോറ്, അങ്ങനെ ഈ തേങ്ങാച്ചോറും അങ്ങനെ എപ്പോഴും ഇവിടെ ഉണ്ടാക്കാറില്ല. കാരണം ഇക്ക അതിൽ പുറകോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി, നെയ്ച്ചോറ്, മന്തി ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. ഇക്കാക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് കൊതി തോന്നുമ്പോൾ മാത്രം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ തേങ്ങാച്ചോറ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് അടിപൊളിയാണ്. ഇനി അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത നല്ലൊരു റെസിപ്പി. അങ്ങനെ ലഞ്ച് കഴിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നെടുത്ത് എത്ര സമയം അവിടെ വെയിറ്റ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗിവ് അവേ വിന്നറെ 26-ാം തീയതി നമ്മൾ നറുക്കെടുപ്പിലൂടെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ വല്ലാത്ത ടയേർഡായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എത്തിയിരിക്കുന്ന ആളുകൾക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ മൊത്തം ഷൂട്ട് ചെയ്യാത്തത്. ഇനി ഇവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് നേരെ അനിയത്തിയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകൂ. വീട്ടിൽ ഇവിടെ അടുത്തിരിക്കുന്ന പേഷ്യൻറ്റിനോട് സംസാരിച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്താ പറയുക, ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വല്ലാതെ ടയേർഡായാണ്, വയ്യായികയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അനിയത്തിയുടെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് ടൈം കഴിയാതെ ഞാൻ വീട്ടിലേക്ക് പോവുകയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, അതായത്
ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ക്രിസ്മസ് 25-ാം തീയതി, 26-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ ഗിവവേ നടന്നു കഴിഞ്ഞ ഗിവവേയുടെ വിന്നറിനെ നറുക്കെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കും. അതിലെല്ലാവരും വന്ന് പങ്കെടുക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ തന്നെയല്ല, എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക. വിന്നറാവുന്നത് ഒരു ലക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അതുകൊണ്ട് നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മുമ്പിലേക്ക്